ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം. ആരോടും അമിതമായ സ്നേഹമോ കരുണയോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധം ഉള്ളവരോടുകൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും. പലപ്പോഴും തിരക്കുകൾ നല്ലതാണ്. പലതും മറക്കാൻ, പലതും ഓർക്കാതിരിക്കാൻ, പലതും കണ്ടില്ലെന്ന് നടിക്കുവാൻ. പാതാളത്തോളം താഴ്ന്ന പരാജിതരെ വില കുറച്ച് കാണരുത്. ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്ന വേരുകൾ മാത്രമേ പിന്നീട് പടർന്ന് പന്തലിക്കുന്ന വൃക്ഷങ്ങൾ ആവുകയുള്ളൂ. നമ്മളോട് ചിരിക്കുന്നവരെല്ലാം നമ്മുടെ കൂട്ടുകാരല്ല. ഏതവസ്ഥയിലും ചിരിപ്പിക്കാൻ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ. ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും. മുന്നോട്ടു പോകാനുള്ള ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. 1000 ആൾക്കാർ താർത്താനുണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. സ്വന്തം തെറ്റുകളെ ശരിയായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതിൽ വിജയിക്കാൻ കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നത് ഒന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. ലാഭം മാത്രം നോക്കി ബന്ധങ്ങൾ നിലനിർത്തുന്ന ഈ ലോകത്ത് നഷ്ടമെത്ര വന്നാലും എന്നും കൈവിടാതെ മുറുകെ പിടിക്കുന്ന ചിലർ ഉണ്ടാകും നമ്മളോടൊപ്പം. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതിലൂടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം അത് സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതിലൂടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ജീവിതാവസാനം വരെ നിലനിൽക്കും. വിജയം കൈവരിക്കുമ്പോൾ മഹത്വം ഉണ്ടാകണമെന്നില്ല. സ്ഥിരതയാണ് പ്രധാനം. നിരന്തരമായ കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുന്നു. മഹത്വം പിന്നാലെ വരുന്നതാണ്. സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ആർക്കത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടുമെന്നത്. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. നിങ്ങളുടെ മനസ്സമാധാനം, ആത്മാഭിമാനം, മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അതാണ് പക്വത. നിങ്ങൾക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നാണ്. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞു പോകാനും സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന സത്യമാണ്. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. ചിലർ അങ്ങനെയാണ്. വന്നു പോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നുപോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും.